അത്ര വലിയ ചതിയാണ് ചെയ്തത്. അതിനുശേഷമാണ് അപ്പോൾ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനുശേഷമാണ് നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പ് ലഭിച്ചത്. അത് മണ്ഡലം പ്രസിഡന്റ് നേരത്തെ സംസാരിച്ച മുസ്തഫ നിഷ്കളങ്കരായ പ്രദേശമാണ്. ഈ പറയുന്ന തലപ്പള്ളി താലൂക്കിലെ ഏറ്റവും റൂറലായ ഒരു പ്രദേശമാണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പ്രദേശത്ത് മുസ്തഫ തന്നെ കേട്ടപ്പോ നീ തമാശയാണ് പറയുന്നത് ജാഫറെ എന്നുള്ള അങ്ങനെ നമ്മളാരും വിശ്വസിക്കില്ല അങ്ങനത്തെ ഒരു കേസിനകത്ത്. അപ്പോ നമ്മളതുകൊണ്ടാണ് അത് അത്ര തമാശയാവുന്ന രീതിയിൽ ഇവനെ ജാഫറിനെ പോലുള്ള അവിടെയൊക്കെ ഒരു 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ് ഈ വരവൂരൊക്കെ. ചെറിയ ഒരു പ്രദേശം, തനി റൂറൽ, നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രദേശത്തെ ആള് 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ തമാശയിലേ കാണുള്ളൂ. പക്ഷെ ഇതിനു ശേഷം അയാൾ രാജിവെക്കുകയാണ്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം 7-8 വാർഡിനെ പ്രതികരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസം നമുക്ക് രാജിവെച്ച് പോകാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമില്ല. പിന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊരു ഈ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ഓഡിയോ പുറത്തു വിടുന്നൊന്നും നിയമപരമായി ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിജിലൻസിൽ അത് അപ്പൊ തന്നെ വിജിലൻസ് ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു. വിജിലൻസ് അത് നടപടി തുടങ്ങിയെന്നുള്ളതുകൊണ്ടാണ് നമ്മളത് പുറത്തുവിട്ടത്. അതിനുശേഷം ഞാനത് വളരെ ക്ലിയറായി അത് അന്വേഷിച്ചു. വടക്കാഞ്ചേരിയിലെ പിന്നെ അപ്പുറത്തുള്ള എരുമപ്പെട്ടി എന്ന് പറഞ്ഞ പ്രദേശത്തെ ഒരു CPM നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ വെച്ചാണ് ഇതിന്റെ പണം കൈമാറ്റം നടന്നത്. അതിനകത്ത് മുൻകൈ എടുത്തത് വടക്കാഞ്ചേരി MLAയും അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ബസന്തലാലാണ്. ഒരു കവറിലായിട്ടാണ് കൊടുത്തത്. അതിന്റെ കൂടെ കേക്ക് കൊടുത്തു. ആ കേക്ക് അങ്ങനെ ഇയാൾ പോകുമ്പോഴേക്ക് പിന്നെ ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തു. ഇതിനു മുമ്പ് ഇയാള് പോലീസുമൊക്കെയായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേക്ക് കൊടുക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ആസൂത്രിതമായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇതൊരിക്കലും വടക്കാഞ്ചേരി പോലെ ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് ചേലക്കര അസംബ്ലിക്കകത്തുപെട്ട ഒരു പ്രദേശത്ത്, വരവൂർ പോലെ ഒരു റൂറലായ പ്രദേശത്ത് പണം കൊടുത്ത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലൊക്കെ കേട്ട കാര്യമാണ്. ഇത് പറയുന്നത് ഒടുവിൽ ഉന്നീഷം പറഞ്ഞ പോലെ നന്മ നിറഞ്ഞ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഞാനത് വളരെ കൃത്യമായിട്ടാണ് അന്വേഷണം ആരംഭിച്ചത്. എനിക്ക് അതിന് ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്താണ്? അന്വേഷണത്തോടൊപ്പം തന്നെ ഇവിടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ രീതിയിൽ കോഴ വാങ്ങിയാണ് വോട്ട് നേടിയതെങ്കിൽ ആ സ്ഥാനം തന്നെ രാജിവെക്കണമെന്നാണോ? അത് 100%. എങ്ങനെയാണ് നബീസ എന്ന് പറയുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി പോലും ആയിരുന്ന ഉന്നത സ്ഥാനത്തേക്ക് ഇരുന്ന 2-3 തവണ ജനപ്രതിയായ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ഒരാൾ അധികാരത്തിനോട് വേണ്ടി ഇത്ര ആർത്തി ചെയ്ത് ഇത് ഇങ്ങനെ ചെയ്താൽ അവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാനായിട്ട് ഒരു അർഹതയും ഇതില്ല. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കുറച്ചു കാലം മുമ്പ് തൃശൂർ ജില്ലയിൽ ഉലച്ചൊരു ഓഡിയോ ഉണ്ടായിരുന്നല്ലോ. DYFI നേതാവ് ശരത് പ്രസാദിനെ പാർട്ടി പുറത്താക്കിയത്. അതിലെന്താണ് പറഞ്ഞത്? പിന്നെ ഈ പറയുന്ന AC മോദിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഡീലർമാരായി എന്ന് പറയുമ്പോൾ ജില്ലയിൽ ഈ പണം കൈപ്പറ്റിയതിനെതിരായി ആരോപണം വെച്ച DYFI ജില്ലാ സെക്രട്ടറി പുറത്താക്കിയ ജില്ലയാണ്. ആ ആളുകൾ തന്നെയാണ് ഈ ആരോപണത്തിന് പിന്നിലുള്ളത്. CPMന്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് ഈ ജില്ലയിലെ രാഷ്ട്രീയം പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയമാക്കി CPM മാറ്റിയതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത്. കരുവന്നൂർ വിഷയവും ലൈഫ് മിഷനും ഇപ്പൊ വരവൂരും ഈ കേസിലെ പ്രതികളൊന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. കരുവൂർ കേസാണെങ്കിലും ലൈഫ് മിഷൻ ആണെങ്കിലും വരവൂർ കേസിലാണെങ്കിലും ശരത്പ്രസാദിന്റെ വിഷയത്തിലുമൊക്കെയുള്ള അതേ ആളുകൾ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വരികയാണ്. അതിന്റെ അപ്പുറത്ത് പ്രതിസ്ഥാനത്തെ തൊണ്ടിയെന്ന് പറയുന്നത് പണമാണ്. അപ്പൊ CPMന്റെ ജില്ലയിലെ അവസ്ഥ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ്. നന്ദി ശ്രീ അനിൽ ലഹരി. എന്തായാലും വളരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം വടക്കാഞ്ചേരിയിൽ ഉയർന്നു വരികയാണ്. ഒരു വോട്ടിന് 50 ലക്ഷം രൂപ എന്നതാണ് ആലോചന. ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്. അപ്പോൾ എന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഈ 50 ലക്ഷം രൂപ ഒരാൾ ചെലവഴിക്കുമ്പോൾ അത് തിരിച്ചെടുക്കാനുള്ള മാർഗം കൂടി കാണണം. അപ്പൊ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് ഇത് കൊടുത്താൽ അത് തിരിച്ചെടുക്കാനുള്ള മാർഗം കൂടി അവർ ഈ രീതിയിൽ തന്നെ കണ്ടു കാണും. ഉറപ്പായും അല്ല